ഗുഡ് ഈവനിങ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഫോണൊക്കെ ചാർജ് തീർന്ന് ചത്തായിരുന്നു. അപ്പോ അത് കഴിഞ്ഞിട്ട് ഫുൾ മഴ നനഞ്ഞു, ഫുൾ തെറ്റി, അണ്ടർവെയർ വരെ നനഞ്ഞു. അങ്ങനെ റൂമിലൊക്കെ വന്ന് ഡ്രസ്സൊക്കെ മാറി, ഫുള്ള് നനഞ്ഞായിരുന്നു, ഷൂ നനഞ്ഞു, എല്ലാം നനഞ്ഞു. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി ആ മഴയുടെ ക്ഷീണത്തിൽ ഞാനങ്ങ് ഉറങ്ങിപ്പോയി. ഒരു 2 മണിക്കൂർ അങ്ങ് ഉറങ്ങിപ്പോയി പുല്ല്. ഇപ്പോഴും ചെറിയ ക്ഷീണമുണ്ട്, പക്ഷെ എന്തായാലും നമ്മൾ ഉറങ്ങാൻ വേണ്ടിയല്ലോ വന്നത്. അതുകൊണ്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. ഇപ്പോൾ സമയം 5 മണിയായി. 3 മണിക്ക് എന്തോ വന്നയാ കറങ്ങിയിട്ട് 2 മണിക്കൂർ അങ്ങ് പോയി. ഇനിയിപ്പോൾ നമ്മൾ ശിവം വരാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശിവനോട് വെയിറ്റ് ചെയ്യാം കേട്ടോ, അവനിപ്പോൾ വരും. അവന് GT ഉണ്ടെന്നാണ് പറഞ്ഞത്, കോണ്ടിനെന്റൽ GT. വെയിറ്റിംഗ് ഫോർ ഹിം നിയർ അവർ ഹോസ്റ്റൽ. ഐ ജസ്റ്റ് സോ എ ബോയ് മുझसे पूछ रहा था. എന്നോടൊന്ന് ചോദിച്ചു, ഇംഗ്ലീഷ് ചോദിച്ചു, എവിടെ നിന്നാണ്, വേർ ആർ യു ഫ്രം. അപ്പോൾ ഞാൻ പറഞ്ഞു കേരള എന്ന് പറഞ്ഞു. എന്നിട്ട് റയൽ മാഡ്രിഡ് ഫാൻ ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു നീയും ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു വിസ്ക ബാഴ്സ കാറ്റലോണിയ എന്നൊക്കെ. ഞാൻ പറഞ്ഞു ഹാളാ മാത്രം, പിന്നല്ല. നേരത്തെ പയ്യനുണ്ടല്ലോ, ഞാൻ പെട്ടെന്ന് ഷർട്ടൊക്കെ മാറി, നേരത്തെ ഷർട്ടായിട്ട് അവൻ നേരെ പോയി ജേഴ്സി കിട്ടി വന്നേക്കുന്നത് കേട്ടോ. नहीं मैं बोल रहा था एक दूसरा भाई था ना, वो जल्दी से जाकर जर्सी पहनकर आ गया बारसा का, वही बोल रहा था. नाम क्या है तुम्हारा वैसा? है क्या? नथिंग. और ये फोन का नाम है नथिंग. स्पेलिंग क्या है तुम्हारा नाम का? NAITI के नैतिക്. अच्छा, ഇവന് ഭയങ്കര ഫുട്ബോൾ നോളജ് കേട്ടോ. ഇവൻ എന്തോ ക്രിസ്ത്യാനോ പറ്റിയൊക്കെ പറയുന്നുണ്ട്, ക്രിസ്ത്യാനോ റിട്ടയർ ആണെങ്കിൽ. അത് ചുമ്മാ कुछ समझ में आ रहा है, कुछ तो समझ में नहीं आएगा. अरे बोल, जो बोल रहा था ना वो बोल दो. ശിവത്തിനെ നോക്കി ഇന്നപ്പോഴത്തേക്ക് പേരും മഴ കേട്ടോ. എന്റെ പൊന്നെ, രാജസ്ഥാനിൽ ഇമാതിരി മഴ. ഇവിടെ പിന്നെ ഒരു ദർഗയില് മറ്റേ ഇത് ശിവം വന്നിട്ട് നമ്മൾ ഫസ്റ്റ് പോയ സ്ഥലമാണ് ഈ സ്റ്റെപ്പൽ. ജോധ്പൂരിലെ മെയിൻ അട്രാക്ഷനായ ഈ സ്റ്റെപ്പലിൻ്റെ പേരാണ് തുർജിക്ക ജൽറ. ബ്രൗൺ കളറല്ല കേട്ടോ, ജയ്പൂരിലെ പോലെ. ജയ്പൂർ വൈറ്റ് കളറായിരുന്നല്ലോ, ഇവിടെ ഒരു ബ്രൗൺ ഇഷ്ടിക കളറാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു സെറ്റപ്പ് ഉണ്ട്, ഇങ്ങനെ ഒരു കൂടി നിൽക്കാൻ വേണ്ടി മെയിനിൻ്റെ കവാടം ഒരു സ്ഥലം. ഒരുപാട് ആൾക്കാർ കൂടിയിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു പയ്യനിങ്ങനെ ചാടുന്ന ആൾക്കാർ, പയ്യൻ മാത്രമല്ല കുറേ പേര് ഇങ്ങനെ ചാടാൻ നിൽക്കുന്ന പോലെ അതിൻ്റെ ഇറങ്ങി നിൽപ്പുണ്ട്. ഒരു ഓടും കഷ്ണത്തിൽ വന്ന് നിൽപ്പുണ്ട്, ഇപ്പത്തിനുള്ള രീതിയിൽ. പറഞ്ഞ അവൻ വെറും ഷോ മാത്രമേ ഉള്ളൂ, അവൻ ചാടത്തില്ല, അങ്ങനെ വെറുതെ നിൽക്കത്തേ ഉള്ളൂ, ആൾക്കാരിലെങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ കുറേ ആൾക്കാരുണ്ട് ഈ ചാട്ടം കാണാൻ വേണ്ടി. അമ്മ പറഞ്ഞ വേറെ സ്ഥിരം പരിപാടിയാണ്, ഇവരിവിടുത്തെ നാട്ടുകാരാണ്, അവരെപ്പോഴും ചാടുന്ന, നല്ലൊരു നീന്താനും അറിയാമെന്ന് പറഞ്ഞു. ശിവത്തോണ്ടി ചോദിക്കാൻ പറഞ്ഞു അവൻ ചാടത്തില്ല, അപ്പോൾ നീന്താൻ അറിയാമെന്ന് പറയാനും ചാടത്തില്ല. അപ്പോൾ അവസാനം ഉണ്ടല്ലോ, ഒരുത്തനാണ് ഒരു ചെരുപ്പെടുത്ത് ആവട്ടെ, അപ്പോൾ ചെരുപ്പെടുക്കാൻ വേണ്ടി ചാടണമല്ലോ. പക്ഷെ അവൻ ചാടിയില്ല, അവൻ്റെ സ്റ്റെപ്പൊക്കെ ഇറങ്ങിപ്പോയി ചെരുപ്പെടുക്കുവാട്ടോ. അപ്പോൾ അവനിങ്ങനെ അത്രയും നടന്നതേ ഇപ്പോൾ ഇവിടെ വന്ന് ചെരുപ്പല്ല സോറി ബാറ്റാണ് കേട്ടോ, ഈ ബാറ്റ് എടുക്കാൻ വേണ്ടി. ചെരുപ്പ് ഉണ്ടെന്ന് തോന്നുന്നു, ചെരുപ്പ് എവിടെയോ കിടക്കും. ചെരുപ്പ് എറിഞ്ഞ ഞാൻ കണ്ടായിരുന്നു. അവൻ തേച്ച് ബാറ്റ് എടുത്ത് അടിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് എന്തോ. ഗ്യാപ്പിൽ വേറെ ഏതൊരു തരങ്ങ് ചാടി കളഞ്ഞു കേട്ടോ, ഞാൻ കണ്ടില്ല, എടുക്കാൻ പറ്റില്ല. ഞാൻ അവൻ വന്ന് വെള്ളത്തിൽ വന്ന് വീണെടുക്കുന്ന ഷോട്ട് മാത്രമേ കിട്ടുള്ളൂ. ഈ ഹൈറ്റിൽ നിന്നുണ്ടാവും ചാടുന്നത്, സമ്മതിക്കണമല്ലേ. എന്നിട്ട് അവൻ പുട്ട് പോലെ നീന്തി കയറുന്നു. കൂൾ സീൻ ഫോർ ഹിം. बहुत गंदगी भी है ना, बहुत गंदगी भी है रोड पे सर. बारिश के कारण सब खराब हो गया. ऐसा है क्या? അങ്ങനെ അവിടുന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞാൻ താഴോട്ട് ഇറങ്ങി കേട്ടോ. സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴെ ചെന്ന് അവിടുന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ശിവത്തിൻ്റെ ഫോണും കൊടുത്ത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വേറൊരു പെർസ്പെക്റ്റീവ് നമുക്ക് ഫോട്ടോ കിട്ടുമല്ലോ. അപ്പം താഴോട്ട് ഇറങ്ങി നിന്നപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. അവിടുന്ന് നമ്മൾ നമ്മുടെ അടുത്ത സ്പോട്ടിലേക്ക് പോയി, ഗണ്ടാഗർ. ജോധ്പൂരിലെ ക്ലോക്ക് ടവർ ആയിട്ട് നമ്മൾ ഡെറാഡൂണിൽ പരിപാടി കണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഒരു സ്പോട്ടാണ് ഗണ്ടാഗർ. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് കയറി ഇതിൻ്റെ അകത്ത് ആ ക്ലോക്കിൻ്റെ മെക്കാനിസം പരിപാടിയെല്ലാം കാണാൻ കേട്ടോ. ഇതിൻ്റെ എൻട്രി ഫീസ് ഒരു 50 രൂപ കേട്ടോ. 50 25 ഒരു ഡൗട്ടുണ്ട്. അപ്പം ഇതാണ് അതിൻ്റെ ഉള്ളിലെ സെറ്റപ്പ്. നമുക്ക് പുറത്ത് കാണുന്ന ക്ലോക്കിൻ്റെ ബാക്ക് സൈഡായിട്ട് കാണാം. അടിപൊളി സെറ്റപ്പ് തന്നെയായിരുന്നല്ലേ. അപ്പോൾ ഈ ക്ലോക്ക് ടവർ നടത്തുന്ന ഒരു ചേട്ടനുണ്ട്. അപ്പോൾ ആ ചേട്ടൻ്റെ തലമുറകളായിട്ടാണ് നടത്തി വരുന്നത്. ഏകദേശം കുറേ ഒരു 10-200 കൊല്ലമായിട്ടുണ്ട് ഇത്. അപ്പോൾ ഈ പുള്ളിയുടെ അപ്പൂപ്പനായിട്ടാണ് ഇത് തുടങ്ങിയത്. ഈ അപ്പച്ചന് അത്യാവശ്യം നല്ല പ്രായമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലോക്ക് ടവറിൽ നിന്ന് മേളിൽ നിന്ന് കാണുന്ന വ്യൂ. നമുക്ക് പുറത്ത് ആ മെഹർഗൻ ഫോർട്ടിൻ്റെ വ്യൂ ഒക്കെ കാണാം. ഇതെല്ലാം ആക്ച്വലി അടുത്തടുത്തായിട്ടോ. പിന്നെ ഇതൊരു കവാടം കേട്ടോ, സർദാർ ജി കവാഡ്. അപ്പം ഇതാണ് നമ്മുടെ ക്ലോക്ക് ടവറിൻ്റെ ഉള്ളിൽ നിന്ന് കാണുന്നൊരു വ്യൂ. ഇവിടെ ചെറിയൊരു സിറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ ഒരു കോളനി അല്ലെങ്കിൽ മെയിൻ ബസാറൊക്കെ വരുന്നത് കേട്ടോ. ഞാനവിടെ നിന്നപ്പം ശിവ നിർബന്ധിച്ച് എന്നോട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കോ, ഞാൻ ഒരു സിനിമാറ്റിക് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് പുള്ളി എടുത്തു തന്ന വീഡിയോസ് കേട്ടോ. വീഡിയോസും ഫോട്ടോസും കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ അടുത്ത സ്ട്രീറ്റിലേക്ക്. ലസ്സി കേട്ടോ, ഷായ് ലസ്സി. ഈ നമ്മുടെ
ഈ മാർക്കറ്റിന്റെ സർദാർ മാർക്കറ്റിന്റെ തൊട്ടിപ്പുറത്തായിട്ട് കട ഷാഹി സമോസ. ഇവിടെ സമോസ ഉണ്ട്, പിന്നെ മുളക് ബജിയുടെ ഒരു സാധനം ഉണ്ട് കേട്ടോ. അതാണ് ഇവർ ബ്രെഡിന്റെ കൂട്ടത്തിൽ അവർ കഴിയുന്നത്. പിന്നെ ഇവിടെ കുറെ സ്പെഷ്യൽ ലസ്സി ഉണ്ട്. ഇപ്പുറത്ത് വേറൊരു കടയുണ്ട് കേട്ടോ, അറോഡ ചാട്ട് ഭണ്ഡാർ.